നീ അറിഞ്ഞില്ലേ അവള് പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങി? ഞാൻ പറഞ്ഞ സാധനം കൊണ്ടുവന്നിട്ടുണ്ടോ? ചാമ്പക്കല്ലേ? സോറി ഡി, ഇപ്പൊ ചാമ്പക്കയുടെ സീസൺ അല്ല. അമ്പഴങ്ങയുണ്ട്. ഒരെണ്ണം 3 രൂപ. എടുക്കട്ടെ? എന്റെ പൊന്നോ വേണ്ട. 3 രൂപ കൊടുത്ത് അമ്പഴങ്ങ മേടിക്കാനുള്ള ആസ്തിയൊന്നും നമുക്കില്ലേ? 1 രൂപ പട്ടിണി നിൽക്കുന്ന സാധനം വല്ലതും ഉണ്ടോ ഡി? 1 രൂപയ്ക്ക് ആഞ്ഞിലി ചക്കയുടെ കുരു തരാം. വീട്ടിൽ കൊണ്ടുപോയി വറുത്ത തിന്നാ മതി. അതെ, ക്ലാസ്സിനുള്ളിൽ അനുഭവിക്കുന്ന കച്ചവടമൊക്കെ നിരോധിച്ചിട്ടുണ്ട്. ഇനി ഇത് ശ്രദ്ധയിൽപ്പെട്ടാൽ ടീച്ചറിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാനായിരിക്കും. അയ്യോ എന്റെ പൊന്നവനൊക്കെ ചതിക്കല്ലേ. നെല്ലിക്ക് അങ്ങോട്ട് പിടിച്ചേ. ആ അന്ത ഭയം എടുക്കണം. അതെ, ഞങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ ടീച്ചർ കേസ് എടുക്കും കേട്ടോ. അയ്യോ ചതിക്കല്ലേ. നീ പേടിക്കണ്ട, ഇവന്മാര് പുറത്തുകൊടുക്കാൻ ഞാൻ നോക്കിക്കോളാം. എനിക്കുള്ള പടിയിൽ എത്തിച്ചാൽ മതി. പട്ടിനെ കഴിച്ചു. നീ നാളെ വീട്ടിലേക്ക് വാ. ആ പട്ടി കടിക്കോ? അതറിയാൻ നിന്നോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. നീ വളം പഠിക്കുന്ന സമയത്ത് വല്ല പഠിക്കാൻ നോക്കും. ഇത്തവണ നീ തോറ്റ 7ാം ക്ലാസ് തന്നെ 2ാം വർഷം പഠിക്കേണ്ടി വരും. എന്നാലും എന്റെ ചേച്ചിനെ കാട്ടും പേരുണ്ട്. അതെന്താ? എന്റെ ചേച്ചി ഇപ്പോഴും ബികോം 3ാം വർഷമാണ് പഠിക്കുന്നത്. പിന്നെ ഞാനെന്താ 7ാം ക്ലാസ്സിൽ 2ാം വർഷം പഠിക്കാൻ കുഴപ്പം? നിങ്ങൾ വെക്കേഷൻ എവിടെയെങ്കിലും പോയെന്നോടി? ഞങ്ങള് വയനാടൊക്കെ പോയി. ഞങ്ങള് മൂന്നാറിന് പോവാനിരുന്നതാടി, പക്ഷെ പോവാൻ പറ്റിയില്ല. അതെന്ത് പറ്റിയിടി? മൂന്നാറിന്റെ റിലീസ് രാജമൗലി മാറ്റിവെച്ച കാര്യം നീ അറിഞ്ഞില്ലേടി? നിങ്ങളുടെ ഫാദറിന് ഇഷ്ടിക ഉണ്ടാക്കുന്ന കമ്പനി ഉണ്ടോടി? ഇല്ല. എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, കട്ടച്ചല്ലിലുണ്ട് ഇറക്കുന്ന കണ്ടിട്ട് ചോദിച്ചതാ. രണ്ടുപേരൊന്നും മിണ്ടാതിരിക്കോ? ടീച്ചർ പരീക്ഷാ പേപ്പർ കൊണ്ടുവരുമെന്ന് ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുക മനുഷ്യനിവിടെ. എനിക്കാ പേടിയില്ല, ഞാൻ നല്ല വൃത്തിയായിട്ടാ പരീക്ഷ എഴുതിയത്. അതെ അതെ, പേപ്പറിനകത്ത് ഒന്നും എഴുതി വൃത്തികേടാക്കാതെയാ അവളെ തിരിച്ചു കൊടുത്തേ. നീ വല്ല എഴുതിയായിരുന്നോടാ പരീക്ഷയ്ക്ക്? എഴുതി. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണേ ടീച്ചറെ. ടീച്ചർ എന്റെ വാർത്ത കേൾക്കാതിരിക്കത്തില്ല. അയ്യോ ടീച്ചറായിരുന്നു. ദൈവമേ, പേപ്പർ കയ്യിലുണ്ട്. ശരിയാടി, പേപ്പർ ഉണ്ട്. പേപ്പർ പേപ്പർ ക്രിസ്മസ് പരീക്ഷയുടെ പേപ്പർ തരാൻ പോവാ. പേര് വിളിക്കുന്നവർ എഴുന്നേറ്റ് നിൽക്കണം. ഓ പിന്നെയും അഭിനവ് കേസി. ഇന്ന് നിന്റെ പേപ്പർ ഹാൻഡിൽ വിത്ത് കെയർ. എന്തിനാ ടീച്ചർ? സൂക്ഷിച്ചു പിടിക്കണം. മുട്ടയാ, താഴെ വീണ പൊട്ടു. ഞാൻ നന്നായിട്ട് എഴുതിയതാണല്ലോ. 3 കാര്യങ്ങൾ മാത്രം നീ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നാ അതിനുള്ള മാർഗത്തിലെത്താ. ആ 3 കാര്യങ്ങൾ നിന്റെ പേര്, റോൾ നമ്പർ, ക്ലാസ്. ബാക്കി എല്ലാം പൊട്ടത്തെറ്റ്. ബ്രിട്ടീഷുകാരുടെ ഭരണ പരിഷ്കാരങ്ങളെ പറ്റി ചോദിച്ചപ്പോ നീ എന്തുവാണ് എഴുതി വെച്ചിരിക്കുന്നത്? ബ്രിട്ടീഷുകാരെ എനിക്ക് പണ്ടേ ഇഷ്ടമല്ല. പിന്നെ പരിഷ്കാരങ്ങളെ കാണാൻ എനിക്ക് കലിപ്പാണ്. എന്റെ പൊന്നോ നമിച്ച് ഇരയുടെ അവിടെ കാണാൻ പോയി. അടുത്തത് പ്രണവ് പിപി. ടീച്ചർ 50ൽ 4.5 മാർക്ക്. പുരോഗമനമുണ്ട്. ആഹ്ലാദ് കുമാർ. ടീച്ചറെ, നിനക്ക് ആഹ്ലാദിക്കാനുള്ളതുണ്ട്. എന്താ ടീച്ചറെ, ഞാൻ ജയിച്ചാ? ഇല്ല, നിനക്ക് ആദ്യമായിട്ട് 1/2 മാർക്ക് കിട്ടിയിട്ടുണ്ട്. 1/2 മാർക്കെങ്കിൽ 1/2 മാർക്ക് ഉള്ളതുകൊണ്ട് പോകാൻ പോലെ. അത് നീ പഠിച്ച് മേടിച്ചെന്ന് വിചാരിക്കണ്ട. ആ പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്ന മഷിയുടെ വിലയാന്ന് കരുതിയാ മതി. അടുത്തത് വരും. യെസ് ടീച്ചർ. 50ൽ 49 മാർക്ക്. അയ്യോ 49. ഞാൻ 50 മാർക്കിന് എഴുതുക ടീച്ചറെ. സാരമില്ല മോനെ, അടുത്ത തവണ നമുക്ക് 50ൽ 50 മേടിക്കാം കേട്ടോ. എന്നാലും ടീച്ചർ എന്റെ ഒരു മാർക്ക് പോയി.
തോറ്റു. ഇതിന് പേര് സ്കൂളൊക്കെ പൂട്ടിയിടുന്നതാ. ടീച്ചറെ, അതിന് സ്കൂളൊക്കെ തുറന്നത് ഇപ്പോഴല്ലേ? അതെ, 1 മണിക്കൂർ ഓൺലൈൻ ക്ലാസ്സിൽ ഇരുന്നിട്ട് 1ാം റാങ്ക് മേടിക്കാൻ എന്റെ അച്ഛന്റെ പേര് ഡിങ്കണ്ണൊന്നും അല്ല. ശരി, ഇപ്പൊ സ്കൂള് തുറന്നല്ലോ. അടുത്ത പരീക്ഷയ്ക്ക് നീ നല്ല മാർക്ക് മേടിക്കുമെന്ന് ഉറപ്പാണോ? വലിയ ഉറപ്പൊന്നുമില്ല. പ്രതീക്ഷയുടെ അമിതഭാരമില്ലാതെ ടീച്ചർ പേപ്പർ നോക്കിയാൽ ചിലപ്പോ ഞാൻ രക്ഷപ്പെട്ടേക്കും. എന്റെ പൊന്ന് അഭിനവ് കേസി,